ഇന്ന് നമ്മളുള്ളത് കൊല്ലം ജില്ലയിൽ വേളമാനൂർ ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിലാണ്. താരോദയത്തിന്റെ കലാപ്രവർത്തകരുടെ പരിപാടികളാണ് ഓണത്തിന് ഞങ്ങളുടെ ഈ അമ്മമാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ചേട്ടാ, ഈ സംഘടന തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഈ സംഘടന തുടങ്ങിയിട്ട് 4 വർഷമാണ്. നമ്മൾ ഈ കൊറോണ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. അന്ന് ഒത്തിരി കലാകാരന്മാർ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ഈ സിനിമാ ഫീൽഡിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. അവരാരും തിരഞ്ഞെടുത്ത് ഈ കിറ്റ് വിതരണമോ ഒന്നും നൽകിയിട്ടില്ല. മറ്റുള്ള സംഘടനയ്ക്ക് ഓരോ കലാകാരന്മാർക്കും മറ്റു സംഘടനകൾ കിറ്റ് വിതരണവും എല്ലാം നൽകുന്നത് കണ്ടപ്പോൾ ഈ സംഘടനയിലുള്ളവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മൾ കണ്ടു. കാരണം 500 രൂപയ്ക്ക് വേണ്ടി ഈ ക്രൗഡ് നിൽക്കാനും പോണ ഒത്തിരി കലാകാരന്മാരെല്ലാം വീട്ടിലിരിപ്പായി. അവരെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളെങ്കിലും അവർക്കൊരു സംഘടനയ്ക്ക് വേണ്ടിയാണ് താരോദയം ന്യൂ ഫേസ് ആൻഡ് ജൂനിയർ ആർട്ടിസ്റ്റ് സംഘടന എന്ന് നമ്മൾ നിലവിൽ കൊണ്ടുവന്നത്. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ സംഘടനയുടെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ ആ കലാകാരന്മാർ ഒരു ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഞങ്ങൾ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. അവരെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി. ഇന്ന് ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ പരിപാടി നടത്തുന്നത് ഈ സ്നേഹാശ്രമത്തിലാണ്. ഇന്ന് അവരുടെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. താരോദയത്തിലെ നിരവധി കലാകാരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രോഗ്രാമുകൾ ഇവിടുത്തെ അച്ഛനമ്മമാരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഉള്ളിൽ പൊൻപ്രഭ തൂകും നാളം നന്മതൻ കൈത്തിരി നാളം ഉള്ളിൽ പൊൻപ്രഭ തൂകും നാളം ഒരു കൈത്തിരിയിൽ നിന്നൊരായിരം മനസ്സിൽ ദീപങ്ങൾ തെളിക്കും നാളം ദീപങ്ങൾ തെളിക്കും നാളം മാതാപിതാ ഗുരു നമോസ്തുതേ മാതാപിതാ ഗുരു നമോസ്തുതേ നന്മതൻ കൈത്തിരി നാളം ഉള്ളിൽ പൊൻപ്രഭ തൂകും നാളം എന്നും ആ പൊൻതിരി നാളം നിന്നും തെളിയട്ടെ ഉള്ളിൽ തമസിനെ അകറ്റി തിന്മയകറ്റി നന്മതൻ. അധ്യക്ഷപദം അലങ്കരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തും താരോദയ ന്യൂ ഫേസ് ആൻഡ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും ഞങ്ങളെപ്പോലുള്ള അനേകായിരം കലാകാരന്മാർക്ക് വേദികൾ ഒരുക്കിത്തരുന്ന കേരള പ്രതിനിധാനം ചെയ്യുന്ന മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയും ഫ്ലവേഴ്സ് ടിവിയും KHDFC എന്ന് പറയുന്ന സ്ഥാപനവും ചേർന്ന് ഞങ്ങൾ മനോഹരമായ ഒരു വീട് വെച്ച് കൊടുത്തു. ആ വീടിൻ്റെ താക്കോൽദാന പരിപാടിക്ക് ആ വീടിൻ്റെ സുധീയുടെ ഭാര്യയ്ക്ക് പോലും അതിനകത്ത് കയറാൻ പറ്റാത്ത രീതിയിലുള്ള ക്യാമറമാരുടെ ഇടിയും ബഹളവും ഒക്കെയായിരുന്നു. കാരണം അവർക്ക് ഒരു കണ്ടന്റ് മതി. ആ കണ്ടന്റ് വിറ്റ് അവരിങ്ങനെ ജീവിക്കുമ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഗാന്ധി ഭവൻ സ്നേഹാശ്രമം പോലുള്ള സ്ഥാപനത്തിൽ വന്ന അദ്ദേഹത്തിന് ഒരു നല്ല കൈയിടി നിങ്ങൾ തീർച്ചയായും. സുന്ദരി കുഞ്ഞുങ്ങൾ അതിലെ ഇനി ഒരു മോളുടെ കൂടെ കല്യാണം നടത്താനുണ്ട്. ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ സീരിയലുകളൊക്കെ ഈ മനുഷ്യൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. നല്ല കൈയിടി അദ്ദേഹത്തിന് കൊടുക്കണം. അദ്ദേഹം നിസ്സാരക്കാരനല്ല എന്നുള്ളതിൻ്റെ തെളിവ് ലക്ഷ്യം. ദൈവം അദ്ദേഹത്തിനും എല്ലാവരും അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇരിക്കുന്ന മനുഷ്യൻ അനിൽ മാധവ് ഒരു നിസ്സാരക്കാരനല്ല. അദ്ദേഹം ഒരു അംഗപരിമിതനായ ഒരു മനുഷ്യനാണ്. ചിന്തിക്കണം അല്ലേ? 2 കാലിലും അദ്ദേഹം അംഗവൈകല്യം സംഭവിച്ചിട്ടും ഒരിക്കലും ഒരു മനുഷ്യന്റെ മുന്നിൽ കൈ നീട്ടാതെ അന്തസ്സായിട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എങ്കിൽ തീർച്ചയായും അത് അദ്ദേഹത്തിൻ്റെ ഒറ്റയാളുടെ ഒരു കഴിവ് മാത്രം, ഒരു ഫോൺ കോൾ മാത്രമാണ് എന്ന് കൂടി ഞാൻ ഓർപ്പിച്ചുകൊണ്ടും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ ധാരാളം ആളുകൾ ആശംസകൾ അറിയിക്കാനുണ്ട്. സന്തോഷ് ബാബുവിൻ്റെ അടിപൊളി നാടൻ പാട്ടുകളുണ്ട്. നമുക്ക് എല്ലാവർക്കും ഡാൻസ് ഒക്കെ ചെയ്ത് മിനിമോളുടെ പാട്ടുണ്ട്, സെറീനയുടെ പാട്ടുണ്ട്. അങ്ങനെ ജന്മദിനമാണെന്ന് അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബം നല്ലൊരു കുടുംബമാണ്. ഭാര്യ മക്കളെല്ലാം ഒരുമിച്ച് ഒരു കലാ കുടുംബമാണ്. ത്രിലോക് എന്ന് പറയുന്ന ഡാൻസ് ഗ്രൂപ്പുണ്ട് അദ്ദേഹത്തിന്.
അപ്പം ഒരുപാട് സന്തോഷം എല്ലാവരെയും കണ്ടതിൽ. ഒരിക്കൽ കൂടി ഈ പരിപാടി പദ്ധതിയും കൊടുത്തി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഗാന്ധിഭവൻ സേവാശ്രമത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഗാന്ധിഭവനെ കുറിച്ചൊക്കെ ഡയറക്ടർ സംസാരിച്ചു. ഈ കലാപരിപാടി ആളായി കണ്ടിട്ട് ഭാര്യമാരോട് സുഖമായിരിക്കും. എന്നുടെ നാവിൽ നിന്നും അമ്മേ നാമം ഉണർന്നിടുവാൻ നന്മരന്നവിടണേ പുണ്യം കാവിൽ വാഴുമമ്മ. എന്നുടെ നാവിൽ നിന്നും അമ്മേ നാമം ഉണർന്നിടുവാൻ നന്മരന്നവിടണേ പുണ്യം കാവിൽ വാഴുമമ്മ. പൂർവ്വകാവിലമ്മ കുളപ്പുറത്തേറി വന്നമ്മ. കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. പൂർവ്വകാവിലമ്മ കുളപ്പുറത്തേറി വന്നമ്മ. കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. പൂർവ്വകാവിലമ്മ കുളപ്പുറത്തേറി വന്നമ്മ. കുടിയിരുന്നമ്മ പൊന്നിളം കാവിൽ വാഴുമമ്മ. അമ്മേ നാരായണ ദേവി നാരായണ. അമ്മേ 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 നാരായണ ദേവി 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 നാരായണ. പൂർവ്വകാവിലമ്മ കുളപ്പുറത്തേറി വന്നമ്മ. കുടിയിരുന്നമ്മ പുണ്യം കാവിൽ വാഴുമമ്മ. പൂർവ്വകാവിലമ്മ കുളപ്പുറത്തേറി വന്നമ്മ. കുടിയിരുന്നമ്മ പുണ്യം കാവിൽ വാഴുമമ്മ. ഹേമ കമ്പനിയുടെ മുഴുവൻ കേസും CPM തലയിൽ വന്നു. താരോദയത്തിന്റെ കലാപ്രവർത്തകർക്ക് ഈ ഓണത്തിന് ഈ അമ്മമാരോടൊപ്പം പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഇവിടെ ഒരു വേദി ഒരുക്കി തന്ന ഇതിന്റെ സംഘാടക പ്രവർത്തകർക്കും പ്രത്യേകിച്ച് രാധാകൃഷ്ണ സാറിനും. രാധാകൃഷ്ണ സാറിപ്പം എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നതിനുപരി സാറിന് അറിയില്ലെന്തോ എൻ്റെ അധ്യാപകൻ കൂടിയാണ് സാറ്. അതുകൊണ്ട് സാറിനോടൊപ്പം ഇന്നൊരു വേദിയിൽ എനിക്ക് പങ്കിടാൻ പറ്റിയതും അതും എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ട് കാണുന്നു. എല്ലാവർക്കും ഈ സ്നേഹാശ്രമത്തിലെ എല്ലാ അച്ഛനമ്മമാർക്കും താരോദയത്തിന്റെ പേരിലുള്ള ഓണാശംസകൾ നേരുന്നു. സാറിന്റെ ഓണാശംസകൾ.